ഗോഡ്. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. ഹല്ലേലൂയ. ജ്ഞാനമായവൾ, ആമേൻ, ഹല്ലേലൂയ, ഒരു വീട് പണിതു, അതിനെ 7 തൂൺ തീർത്തു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ മർമ്മം? ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനത്തോടുകൂടെ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൻ്റെ പൈതലെ കുടുംബത്തെ ഭരിക്കണം. ഹല്ലേലൂയ. ഷുഡമന റിഗബക്ഷരബ വൈഷാരബ റബക്ഷരബ. അത് ഹല്ലേലൂയ സ്വന്തം ബുദ്ധിയാൽ കഴിയത്തില്ല, സ്വന്തം ആരോഗ്യത്താൽ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഏതിനാൽ കഴിയും? ദൈവത്തിൻ്റെ വചനത്താൽ കഴിയും, ദൈവത്തിൻ്റെ കൽപ്പനയാൽ കഴിയും, ദൈവത്തിൻ്റെ പ്രമാണത്താൽ കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആമേൻ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെയാണ് പണിയുക? ഒരു കുടുംബത്തെ പണിയുക എന്ന് പറയുന്നത്, ആമേൻ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, കുടുംബത്തിൽ, ഹല്ലേലൂയ, ആമേൻ, വ്യത്യസ്ത സ്വഭാവമുള്ള, ആമേൻ, ജീവിതങ്ങൾക്കാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കുടുംബത്തിലെ, ഹല്ലേലൂയ, 4 വ്യക്തികളുണ്ട് എങ്കിൽ 4 പേരും 4 സ്വഭാവക്കാരായിരിക്കും. അവരെ, ഹല്ലേലൂയ, ആ ദൈവസന്നിധിയിലേക്കൊന്ന് അടുപ്പിക്കണമെങ്കിൽ, ദൈവത്തോടൊന്ന് ചേർത്ത് കൊണ്ടുവരണമെങ്കിൽ, ദൈവപാദപീഠങ്ങളിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ, ആമേൻ, സ്നേഹത്തിൽ, ആമേൻ, ഒന്നാക്കി മാറ്റണമെങ്കിൽ, ആമേൻ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഒരു ദൈവ പൈതലിന് മാത്രമേ അത് ചെയ്തെടുക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ദൈവാത്മാവ് പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിന്, ആമേൻ, കുടുംബത്തെ ഒന്ന് വാർത്തെടുക്കുവാൻ കഴിയും, കുടുംബത്തെ ഒന്ന് പണിയുവാൻ കഴിയും, കുടുംബത്തെ ഒന്ന് രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ. അതിനടിസ്ഥാനമായി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, ജ്ഞാനമായവൾ 7 തൂൺ തീർത്തു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതന്റെ ജീവിതത്തിൽ, ആമേൻ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഒന്നാമതായി മാനസാന്തരം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു കൃപ പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു കൃപ പ്രാപിച്ചിരിക്കണം ദൈവ പൈതലെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ തൂണെന്ന് പറയുന്നത് മാനസാന്തരമാണ്. ഹല്ലേലൂയ. ഓറമനഹോഷസ്യാരബ ഷുഡമന റിഗബോഷാരബ മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ, ആമേൻ, അനേകർക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത്തെ തൂണെന്ന് പറയുന്നത് സ്നാനമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കർത്തൃമേശയിലേക്ക് ഒന്ന് കടക്കുമ്പോൾ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ മേശയിലേക്ക് ഒന്ന് വരുമ്പോൾ, ആമേൻ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, നാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെ ആയിരുന്നുവെന്ന് ഒന്ന് ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് മാനസാന്തരം ഉണ്ടായിരുന്നു കാണാം. ഈ നാളുകളിൽ ഉണ്ടോ എന്ന് ഒന്ന് ചികഞ്ഞ് പരിശോധിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഹല്ലേലൂയ. സ്നാനപ്പെട്ട നാളിൽ നാം അല്ലല്ലോ ജീവിച്ച ജീവിത രീതികളാണോ, ആമേൻ, ഈ ദിനങ്ങളിൽ നാം ജീവിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, വഴികളെന്ന് ഈ പകൽക്കാലം നാം ഒന്ന് ചിന്തിക്കണമേ ദൈവത്തിന്റെ പൈതലെ. മാനസാന്തരം വന്നാൽ, ആമേൻ, ഹല്ലേലൂയ, ആ വ്യക്തി സ്നാനമെടുക്കുവാൻ ആഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. സ്നാനമെന്ന് പറയുമ്പോൾ അത്, ഹല്ലേലൂയ, സാധാ സ്നാനമല്ല, മെഴുകൽ, ഹല്ലേലൂയ, സ്നാനം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കുളിക്കുക എന്ന്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, മുങ്ങുക എന്നൊക്കെയും, ആമേൻ, നാം ചിന്തിക്കുന്ന അതേ നിലകളിലേക്ക്, ഹല്ലേലൂയ, നാം ഒന്ന് എത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളം ഒന്ന് കൊതിക്കുവാനിടയാകും, നമ്മുടെ ഉള്ളമൊന്ന്, ആമേൻ, തുള്ളുവാനിടയാകും, നമ്മുടെ ഉള്ളമൊന്ന് വാഞ്ചിക്കുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അനേകർക്ക്, ആമേൻ, ഹല്ലേലൂയ, ഓറമനഹോഷസ്യാരബ, ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ നമ്മുടെ അറകളെ ഒതുക്കിയിരിക്കുന്ന തലം ഏതാണ് എന്ന് നാം ഒന്ന് ഈ പകൽക്കാലം പരിശോധിക്കണം ദൈവ പൈതലെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓറമനഹോഷസ്യാരബ വൈഷാരബ. മാനസാന്തരം വന്നാൽ, ആമേൻ, നമ്മുടെ അറകൾ തുറന്നു വരുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മാനസാന്തരം വന്നാൽ നാം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് പറയുന്നത്, ആമേൻ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, രക്ഷയാണ് ദൈവ പൈതലെ.
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ശിക്ഷയിൽ നിന്ന് ഒരു രക്ഷയിലേക്ക് ആമേൻ അടുക്കുന്നതാണ്. ഹൃദയത്തിനൊരു രൂപാന്തരം വരുന്നതാണ് മാനസാന്തരം എന്ന് പറയപ്പെടുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട വ്യക്തി ആമേൻ ഹല്ലേലൂയ സ്നാനമെടുക്കുവാൻ ആഗ്രഹിക്കും. സ്നാനമെടുത്തു കഴിയുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സ്നാനമെടുത്താലേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ എന്നുള്ളതല്ല. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നവരെ ആമേൻ പത്രോസിന്റെ വചനം കേട്ടപ്പോൾ ആമേൻ പലരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നവരെ വചനം പറയുന്നു, ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളത്തെ വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. സ്നാനപ്പെടാതെ വണ്ണം പരിശുദ്ധാത്മാവ് അനേകരുടെ മേൽ വരുന്നു. പക്ഷേ ഹല്ലേലൂയ അതുവരെ ആത്മാവ് വന്നില്ല എങ്കിൽ സ്നാനമെടുക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുവാനിടയായി തീരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഉറമനഹശസ്യാര ശുഡമാരബ വൈശാരബ ഡലശസ്യാര ഓറോലോഷാരി റിമാനഹശസ് ഡവലരികബ വൈശസ്യാരബ ഓറോലോഷാരിബ വൈശാരബ ഡമാരബ ഓഷാലബ റഹലോഷ ഓഷസ്യാരബ ഉറമനബ റിബശാരബ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രിയ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ആത്മാവ് വരുവാൻ തടസ്സമായി ഏതെങ്കിലും മേഖലകൾ ആയിരിക്കുന്നുവെങ്കിൽ ആ ഭാഗത്തെ വന്ന് ഹല്ലേലൂയ നോക്കിക്കണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താൽ വചനം പറയുകയാണ് അടുത്ത തലം ആമേൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ ആത്മാവ് വരും. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഓറമാന വോക്ഷാരബ ഓറോലോഷാരിബ. ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടുന്ന മണ്ണം അത് കേൾക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിന്റെ പൈതലേ ആമേൻ ഹല്ലേലൂയ ആത്മപരിവർത്തനം ഹല്ലേലൂയ ആത്മാവിന്റെ പ്രവൃത്തിക്ക് അതിൻ്റെതാകുന്ന പരിവർത്തനത്തിന് എതിരെ വ്യാപരിക്കുന്ന ഹല്ലേലൂയ അന്ധകാര വ്യാപാരത്തെ സ്വർഗം ഉടച്ചിട്ട് വചന മറകളിലേക്ക് ക്രിയ ചെയ്യുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ഉറഹശാരബ. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതൽ രക്ഷയിലേക്ക് വരുമെന്ന് കണ്ടാൽ ശത്രുവായവൻ ഹല്ലേലൂയ പല ആമേൻ ഹല്ലേലൂയ തലത്തില് അവരെ തടഞ്ഞു വെക്കുവാനിടയായി തീരും. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒരു ദൈവത്തിന്റെ പൈതൽ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ കൈക്കൊള്ളണം, കൂട്ടായ്മ ആചരിക്കണമെന്ന്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ ഈ രക്ഷയിലേക്ക് വന്ന ഒരു ദൈവത്തിന്റെ പൈതല് അവൻ കൂട്ടായ്മ ആചരിക്കേണ്ടെന്നത് ആവശ്യമാണ്. ഹല്ലേലൂയ. നാം കൂട്ടായ്മ ആചരിക്കണം. ആമേൻ. ഇടവിടാതെ വണ്ണം നാം കൂട്ടായ്മ ആചരിക്കുവാനുള്ളവരാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ ആത്മാവിനെ ഒന്ന് വളർത്തണമെങ്കിൽ, ഈ ആത്മാവിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തണമെങ്കിൽ, ഈ ആത്മാവിനെ ഹല്ലേലൂയ ടാങ്കിലോട് ഹല്ലേലൂയ ജ്വലിപ്പിക്കണമെങ്കിൽ, ഇതിന്റെ പ്രകാശത്തെ ഉള്ളതുപോലെ പുറത്തേക്ക് ഹല്ലേലൂയ പ്രകടനമാക്കണമെങ്കിൽ നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. ദൈവപുത്രന്റെ പൈതലേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി ഇടുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മ കണ്ട കർത്താവ്, നമ്മുടെ കൂടിവരവ് കണ്ട കർത്താവ് ആമേൻ ഹല്ലേലൂയ നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന ആ പ്രതിസന്ധികളെ അവൻ ഹല്ലേലൂയ അതിർവരം വിട്ട് നിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ടാണ് ഉപദേഷ്ടാക്കന്മാർ പറയപ്പെടുന്നത് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. മാതാവ് പറഞ്ഞത് കേട്ടില്ലേ? മുന്നമേ ഹല്ലേലൂയ ആ മകന് നല്ല ഐശ്വര്യമുണ്ടായിരുന്നു. ഈ നാളുകളിൽ നോക്കുമ്പോൾ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവന്റെ ഐശ്വര്യം കെട്ടുപോയിരിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് ആമേൻ യൗവനത്തിൽ നിന്റെ ശിഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. യൗവനത്തിൽ ദൈവത്തെ ആരാധിക്കണം. ആരോഗ്യമുള്ളപ്പോൾ ഹല്ലേലൂയ, സമ്പത്തുള്ളപ്പോൾ, കുടുംബത്തിൽ സന്തോഷമുള്ളപ്പോൾ, സമാധാനമുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ മറന്നു പോകരുത്. ദൈവത്തിന്റെ പൈതലേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ.
ദൈവത്തെ സ്തുതിക്കുവാനുള്ളത്. ദിനം പ്രതി ഹല്ലേലൂയ ലോകത്തിന്റെ 5 വൻകരകളിൽ ദൈവത്തിന്റെ നാമത്തെ ദൈവമക്കൾ ഉയർത്തുന്നതിന്റെ മർമ്മം ഇതാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം സകല ജാതികളും അറിയണം. അതായത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ വിളിച്ചു പറയുന്നതിന്റെ മർമ്മം ഇതാണ്. നമ്മുടെ ആരോഗ്യം കെട്ടുപോകാതിരിക്കുവാൻ പ്രിയ ദൈവ പൈതലേ, പ്രിയ മാതാവേ, ആമേൻ അവന്റെ അസ്ഥികൾക്കോ ഞരമ്പുകൾക്കോ ഒരു കേടില്ലാതെ വേണം തന്ന ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്ക്. എത്രമാത്രം ഐശ്വര്യവും ആരോഗ്യവും പുഷ്ടിയും ബലവും തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ മത്സരിച്ചു നടന്ന ജീവിതത്തിൽ നിന്ന് ഇത്രത്തോളം ദൈവം സ്നേഹിച്ച് അടർത്തിയെടുത്ത് ലോകത്തു നിന്ന് ലോകകരമാകുന്ന ആമേൻ സകലത്തു നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുവന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഈ സത്യത്തിൽ വഴി നടന്നാൽ ദൈവം ഹല്ലേലൂയ അളവ് കൂടാതെ വേണം ഐശ്വര്യവും ആരോഗ്യവും പുഷ്ടിയും ബലവും തന്നു നിറയ്ക്കുന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ വചനം വിളിച്ചു പറയുകയാണ്. അപ്പം നുറുക്കൽ ശുശ്രൂഷ പ്രാർത്ഥന ജീവിതം ആമേൻ ഹല്ലേലൂയ നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ അപ്പം നുറുക്കൽ ശുശ്രൂഷ പ്രാർത്ഥന ജീവിതം ഇത് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ ഇതാണ് ആമേൻ ഹല്ലേലൂയ നാം വോയിസ് കേട്ട ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ 7 തൂണ് എന്ന് പറയപ്പെടുന്നത്. ഹല്ലേലൂയ സദൃശവാക്യം 9:1 ഹല്ലേലൂയ ജ്ഞാനമായവൾ 7 തൂൺ തീർത്തു. ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ ഏതെല്ലാം ഹല്ലേലൂയ വ്യക്തിത്വങ്ങൾ ഇന്ന് പകല് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് തൻ്റെ കുടുംബത്തെ പണിയുവാൻ ആഗ്രഹിക്കുന്നുവോ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് മുതൽ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ ഞാനല്ല പറയുന്നത്, ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അത് പ്രമാണിക്കുമെങ്കിൽ, അത് അനുഷ്ഠിക്കുമെങ്കിൽ, അത് അംഗീകരിക്കുമെങ്കിൽ ഹല്ലേലൂയ ഏത് കൊടുങ്കാറ്റിലും ആടി ഉലഞ്ഞു പോകാതെ വണ്ണം ഉറപ്പുള്ള കെട്ടിടമായി എന്നെ നിങ്ങളെയും പണിയുവാൻ തക്കവണ്ണം ഇന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എത്ര പേർ അതനുസരിക്കും? എത്ര പേർ അത് അംഗീകരിക്കും? എത്ര പേർ അത് ഏറ്റെടുക്കും? ദൈവത്തിന് വചനം പറയുന്നു, ഒന്നാമതായി മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് സ്നാനമെടുക്കുവാൻ പാടുള്ളൂ. ആമേൻ സ്നാനമെടുത്ത ദൈവ പൈതൽ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ ആമേൻ ഹല്ലേലൂയ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം. ഹല്ലേലൂയ മാത്രമല്ല കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം. ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ പ്രിയ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ 31 അധ്യായം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 31 അധ്യായം അതിന്റെ ഹല്ലേലൂയ 25 വാക്യം പറയാണ്, ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു, അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവിടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു, വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഹല്ലേലൂയ നടപ്പ് കണ്ട്, പ്രവൃത്തി കണ്ട്, ജീവിതം കണ്ട് കുടുംബത്തിലെ അംഗങ്ങൾ ഹല്ലേലൂയ രൂപാന്തരത്തിലേക്ക് വരണം, മാനസാന്തരത്തിലേക്ക് വരണം. ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്ത വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ഹല്ലേലൂയ അത് മദ്യപാനിയായാലും ഏത് വെറിക്കൂത്തുകാരായാലും ഏത് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നാലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇവരുടെ പ്രവൃത്തി കണ്ട്, ഇവരുടെ നല്ല നടപ്പ് കണ്ട്, നല്ല സാക്ഷി കേട്ട്, നല്ല ജീവിതം കണ്ട് ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ അറിയുവാൻ തക്കവണ്ണം മുഖാന്തരമായി മാറണം ദൈവത്തിന്റെ പൈതലെ. ആമേൻ ഹല്ലേലൂയ സഭാപ്രസംഗി 11 അധ്യായം 1 വാക്യം പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേറേറുക, അതേറിയ നാൾ കഴിഞ്ഞ് മടങ്ങി വരും. ഹല്ലേലൂയ നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേലെറിയുക, അതേറെ നാൾ കഴിഞ്ഞ്
മടങ്ങി വരും. ഹല്ലേലൂയ. വെള്ളത്തിലെറിഞ്ഞ ഒരു വസ്തുത ഒരു കാലത്തും അത് മടങ്ങി വരത്തില്ല, നമുക്കറിയാം. എന്നാൽ ആ വെള്ളമല്ല ഈ വെള്ളം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ ജാഗരിച്ച്, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് ഒരു വ്യക്തിയുടെ വിഷയം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമെങ്കിൽ ആ വിഷയത്തിന് വളരെ വേഗത്തിൽ പൂർത്തി ഉണ്ടാകും, മറുപടി ഉണ്ടാകും, വിടുതലുണ്ടാകും. ഇന്ന് പകൽക്കാലം എത്ര പേർ അപ്രകാരം പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അതിരുകൾക്ക് വിശാലത ദൈവം തരും. ഭാവിയെ ദൈവം ധന്യമാക്കും. നിരാശപ്പെടുന്ന മണ്ഡലത്തിന് മേലെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കുവാനിടയായി തീരും. എത്ര പേർ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. ഓ ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിലനിൽക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരെ ഒന്ന് നേടുവാൻ, മറ്റുള്ളവരെ ഒന്ന് കരകയറ്റി കൊണ്ടുവരുവാൻ വേണം. എത്ര പേർക്ക് ദാഹമുണ്ട്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേലെറിയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് നിനക്ക് മടക്ക് ലഭിക്കുമെന്ന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവം, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മെ ഹല്ലേലൂയ ഇന്ന് പകല്ല അങ്ങയുടെ വചനത്തെ നിങ്ങളുടെ ചെവികളിലേക്ക്, കാതുകളിലേക്ക് പകർന്നിരിക്കുമെന്നുവെങ്കിൽ അത് ഒരുവനെങ്കിലും അത് വിടുതലായി തന്നെ മാറും. ആത്മാവ് അങ്ങനെ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ പ്രാർത്ഥന ആരംഭിച്ചാൽ, ഇന്ന് മുതൽ തുടക്കമിട്ടാൽ, ഓ ഹല്ലേലൂയ, സ്നാനപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നിന്റെ അവകാശമാണ് നിന്റെ കുടുംബം. ഹല്ലേലൂയ. നിന്റെ അവകാശമാണ് നന്മ, നിന്റെ അവകാശമാണ് വിടുതൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കേണ്ടുന്ന മണ്ണം നിൽക്കേണ്ടമെന്ന് നിന്നുകൊണ്ട്, ഓ ഹല്ലേലൂയ, നടക്കേണ്ടുന്ന മണ്ണം നടന്നുകൊണ്ട്, പ്രവർത്തിക്കേണ്ടുന്ന മണ്ണം പ്രവർത്തിച്ചുകൊണ്ട്, ആമേൻ, അത് ചെയ്യുമെങ്കിൽ ദൈവം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം തന്ന് കുടുംബത്തെ ഹല്ലേലൂയ ചേർത്ത് കൊണ്ടുവരുവാൻ ശക്തനാകുന്നുവെന്ന് ആത്മാവാൻ ദൈവം കാലം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ ഹല്ലേലൂയ പ്രതിസന്ധി വേളകളിൽ നിങ്ങൾ എത്രത്തോളം ഹല്ലേലൂയ ആ ദൈവിക മുഖത്തെ ഒന്ന് ദർശിച്ചു വന്ന് ഈ പകൽക്കാലം ചിന്തിച്ചു കൊള്ളണമേ. നിങ്ങളുടെ ആ പ്രതികൂല സാഹചര്യത്തിൽ, ആ കഷ്ടത ഏറി വന്നപ്പോൾ, ആ അപകടം വന്നപ്പോൾ, ഹല്ലേലൂയ, നാം ഒന്നടക്കം തകർന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ പൊന്മുഖത്തെ ഹല്ലേലൂയ കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, രാജാവേ നന്ദി, പരിശുദ്ധനെ നന്ദി, യഹോവേ നന്ദി. നന്ദിയോടെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് അപ്പനെ. ഹല്ലേലൂയ. കഴിഞ്ഞതാകുന്ന ഹല്ലേലൂയ ദൈവത്തെ ഓർത്ത് സ്തുതിച്ചാട്ട്. ഓരോ മനോഹ യേശുവിന്റെ നാമത്തിൽ തന്നെ മക്കളുടെ മേലെ ഹല്ലേലൂയ ആ വെളിപ്പാടിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമാറാകട്ടെ. ഓരോ മനോക്ഷോരമ ഒരു വെളിപ്പാടുകളെ കാണട്ടെ, ദൈവമുഖം അവർ കാണട്ടെ, ദൈവ സാന്നിധ്യം അവർ അനുഭവിക്കുമാറാകട്ടെ. ഓരോ ബാബ കുടുംബാംഗങ്ങൾ അവരോടൊപ്പം ഒത്തൊരുമയോടുകൂടെ ചേർന്ന് വരുവാൻ ഇത് മുഖാന്തരമായി മാറട്ടെ. ഇരുപത്തിയെട്ടോളം വർഷങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ അടുപ്പിച്ച് കാണപ്പെട്ടതാകുന്ന ഒരു വെളിപ്പാട്. ആമേൻ, കഴിഞ്ഞ ദിനം ഞാൻ ഈ ആലയത്തിൻ്റെ അങ്കണത്തിൽ ഹല്ലേലൂയ ഈ ചേറിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഈ ചുമരിന്മേൽ വെളിപ്പെട്ട് വരുന്നത് ഞാൻ കാണുവാനിടയായി.
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, യേശു ക്രിസ്തു മലമേൽ മുട്ടിന്മേൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു വെളിപ്പാട് ഈ ചുമരന്മേൽ പതിഞ്ഞു വരുന്നത് എനിക്ക് ആത്മാവിൽ കാണുവാനായി കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ഈ ആരാധന വന്ന് 1 മണിക്കൂർ കൂടെ നീണ്ടു പോയെങ്കിൽ ചിലരുടെ മേൽ ആ വെളിപ്പാട് സ്ഥാപിതമാകുമായിരുന്നുവെന്ന്. Pray to Jesus. Hallelujah. 31 ദിനം ഒരു കുഞ്ഞൈസിയുടെ ആമേൻ അകതളത്ത് കിടക്കുമ്പോൾ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില ദിനങ്ങൾ ഇങ്ങനെ ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, കർത്താവ് എനിക്കൊരു വെളിപ്പാട് തന്നത് അന്ന് ആ കുഞ്ഞിൻ്റെ ഭവനാങ്കണത്തിൽ ആമേൻ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല എങ്കിൽ തന്നെയും ഒരു ഫോട്ടോയുടെ അകതളത്തിൽ ഇപ്രകാരം ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ നോവെടുത്ത് സംസാരിക്കുന്ന ഒരു കാഴ്ചപ്പാട് തരുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്ന് മുതൽ ആ നിമിഷം മുതൽ ആ കുഞ്ഞിനെ വിടുതലിൻ്റെ ആരംഭം കുറിക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതൊക്കെയോ വ്യക്തിത്വങ്ങളെ ദൈവം ഈ ദിനങ്ങളിൽ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ ദൈവം ചലിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ. മരണത്തിന്റെ പാശങ്ങൾ ചുറ്റിക്കിടക്കുന്ന അനേകതിനെ ദൈവം തിരുവാലയത്തിന്റെ പടിക്കലേക്ക് അയച്ചിട്ട് ചിലതിനെ ജീവനുള്ള ദേഹിയായി പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്രത്തോളം ഉയർന്നു വരുമെന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോയോ? നമ്മുടെ ഉപവാസം കുറഞ്ഞു പോയോ? നമ്മുടെ വിശ്വാസം കെട്ടുപോയോ? നാം ആരംഭിച്ചത് എവിടെ നിന്ന് അവസാനിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടുന്ന ഒരു അനുഭവമാണ് പ്രിയ ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. Thank you, Master. Hallelujah, hallelujah. 28 അല്ല, ഹല്ലേലൂയ 24 വർഷം. ഹല്ലേലൂയ. ആമേൻ. ആ കുഞ്ഞിനിപ്പോ 28 വയസ്സ് കഴിഞ്ഞു. ഹല്ലേലൂയ. Pray to Jesus. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞിന് 4 വയസ്സുള്ളപ്പോൾ Pray to Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതിനെയൊക്കെയോ ദൈവം ഈ നാളുകളിൽ തൊട്ട് ആമേൻ ഹല്ലേലൂയ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആമേൻ കുടുംബത്തിൽ ആമേൻ ഹല്ലേലൂയ നാം ആയിരിക്കുമെങ്കിൽ ദൈവം ചിലതിനെയൊക്കെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും, സ്നാനത്തിലേക്ക് കൊണ്ടുവരും. പ്രിയ ദൈവത്തിന്റെ പൈതലേ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുവാൻ ചിലതിനെ ദൈവം കൂട്ടിച്ചേർക്കും. കൂട്ടായ്മ ബന്ധത്തോട് നിൽക്കുവാൻ ദൈവം സഹായിക്കും. ആമേൻ ഹല്ലേലൂയ. ആ കർത്താവിന്റെ ജീവിപ്പിക്കുന്ന ഹല്ലേലൂയ വചനത്തിലേക്ക് ദൈവം നിർത്തുവാൻ തക്കവണ്ണം കഷ്ടതയിൽ കിടക്കുന്ന തകർന്നു കിടക്കുന്ന എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കുന്ന രോഗത്തിൽ കിടക്കുന്ന മരണത്തിന്റെ മുറവിളിയിലേക്ക് തള്ളിയാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഈ നാളുകളിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തൊന്നും അടുപ്പിച്ചു കൊണ്ടുവരുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ജ്ഞാനമായവൾ ആമേൻ വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. ഹല്ലേലൂയ. നമ്മുടെ വീട് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മന്ദിരം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന് വേണ്ടുന്ന സകല ഒത്താശകളും നാം കൊടുക്കണം. ഹല്ലേലൂയ. അതിനുള്ള വഴികളെ നാം തെളിയിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആമേൻ ഇങ്ങനെ പറയുകയാണ്. കർത്താവ് ആമേൻ ഹല്ലേലൂയ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുവാൻ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ പത്രോസ് പറയുകയാണ്, നീ ഞങ്ങളുടെ കാലുകളെ കഴുകുന്നുവോ?
ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന്. പത്രോസ് പറയാണ്, അങ്ങനെ തലയും കൂടെ കഴുകണമേ എന്ന്. വചനം പറയുന്നു, കുളിച്ചിരിക്കുന്നവർക്ക് തല കഴുകേണ്ടെന്ന് ആവശ്യമില്ല, കാല് കഴുകിയാൽ മതി എന്ന്. നാം ഈ ചെയ്യുന്ന സേവ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് ചെറുതാണെന്ന് ഓർക്കരുത്. ഇതേറെ വലുതാണ്, ഇതേറെ വലുതാണ്. ഇത് സ്വർഗ്ഗത്തിലെ ദൈവം പകർന്ന ഒരു പ്രമാണമാണ്, കാണിച്ചു തന്നൊരു മാതൃകയാണ്. ഈ മാതൃകയെ പിന്തുടർന്ന് ആമേൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് നല്ല ജീവിതം കാഴ്ചവെക്കുവാൻ ഈ വിശുദ്ധ പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.